ചൂടേറുന്ന തെരഞ്ഞെടുപ്പ് ഗോതയിൽ വാക്പോരൻ അങ്ങനെ കടുക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും CPI മുൻ നേതാവുമായി ജി സുധാകരൻ രംഗത്ത് വരുന്നു. ധർമ്മടമായതുകൊണ്ടാണ് മുഖ്യമന്ത്രി ജയിക്കുന്നത്. അവിടെ ആര് നിന്നാലും ജയിക്കും. ആലപ്പുഴയല്ല കണ്ണൂരെന്നും ജി സുധാകരൻ 9ാം തവണയാണ് മുഖ്യമന്ത്രി മത്സരിക്കുന്നത്. എന്നിട്ടാണ് തനിക്ക് പാർലമെന്ററി വ്യാമോഹം എന്ന് പറയുന്നതെന്നും ജി സുധാകരൻ പറയുകയാണ്. UDF ജനറൽ ബോഡി യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ജി സുധാകരൻ തുറന്നടിച്ചത്. മുഖ്യമന്ത്രിയെ പറയുന്നില്ല, ആദരണീയനായ അദ്ദേഹത്തെ ഒന്നും പറയുന്നില്ല എന്ന് നിങ്ങളെ കൂട്ടുന്ന ചിലർക്ക് പരാതി. ഞാൻ ഒന്നും പറയുന്നു, അതെന്റെ ഗുരുത്വമാണ്. എന്റെ ഗുരുത്വം വിമർശിക്കപ്പെട്ട ചീത്ത പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ചെറ്റയെന്നല്ല, ഇനി മറ്റ മത്സ്യമെന്ന് വിളിച്ചാലും ഞാൻ ചീത്ത പറയാം. ഞങ്ങളുടെ നാട്ടിൽ ഓണാട്ടുകാർ ഇവിടെ കാണും ചെറ്റപ്പുര എന്നൊരു പ്രയോഗം. ചെറ്റപ്പുര, ചെറ്റക്കുടിൽ. പാവപ്പെട്ടവന്റെ വീടാണത്, അടിസ്ഥാന വർഗത്തിന്റെ പെരയാണത്. ആ ചെറ്റപ്പുരയെ ആക്ഷേപിക്കുകയാണ് എന്നെ ചെറ്റ എന്ന് വിളിച്ച വഴി. ഞാനും സാധാരണക്കാരനാണ്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, നേരത്തെ ചെറ്റത്തരമെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം അത് ചോദ്യത്തിലെ കുഴപ്പമാണെന്ന രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു കനത്ത വിമർശനം ഉന്നയിക്കാൻ ജി സുധാകരൻ മടിച്ചിരുന്നു. ഇപ്പോൾ ഏത് സാഹചര്യത്തിൽ ഇങ്ങനെ തുറന്നടിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ജി സുധാകരൻ വരുന്നു? ഇന്ന് അമ്പലപ്പുഴയിൽ UDFന്റെ ഒരു ജനറൽ ബോഡി യോഗമുണ്ടായിരുന്നു. മണ്ഡലം ഭാരവാഹികളുടേതും ഒപ്പം ഏറ്റവും വാർഡ് തലം മുതലുള്ള UDF പ്രവർത്തകരുടെയും യോഗമായിരുന്നു. അത് എന്തിന് അമ്പലപ്പുഴയിൽ UDF ജി സുധാകരനെ പിന്തുണയ്ക്കണം എന്ന് വ്യക്തമാക്കാനും പ്രവർത്തകരെയും നേതാക്കളെയും അടക്കം ധരിപ്പിക്കാനും മേൽഘടകങ്ങളുടെ നിർദ്ദേശപ്രകാരം നടത്തിയ യോഗമാണ്. അതിൽ ജി സുധാകരനും പങ്കെടുത്തിരുന്നു. ആ പങ്കെടുത്ത യോഗത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുന്നത്. പാർലമെന്ററി വ്യാമോഹമെന്ന് തന്നോട് പറയുന്ന, അല്ലെ തനിക്കെതിരെ അത്തരത്തിലൊരു ആക്ഷേപം നടത്തുന്ന മുഖ്യമന്ത്രി ധർമ്മടം മണ്ഡലത്തിൽ മത്സരിക്കുന്നത് 9ാം തവണയാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 9ാം തവണയാണ്. ആ ധർമ്മടം ആര് നിന്നാലും ജയിക്കുന്ന മണ്ഡലമാണ് എന്ന് ജി സുധാകരൻ പറയുന്നു. അവിടെ ആരെ നിർത്തിയാലും ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നതിലൂടെ മുഖ്യമന്ത്രി മറ്റെവിടെ മത്സരിച്ചാലും ജയിക്കാൻ അല്പം പാടുപെടും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഈ സംഭവം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ നടത്തുന്ന പല പരാമർശങ്ങളെയും അദ്ദേഹം രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്നുമുണ്ട്. ഈ പാർലമെന്ററി ഈ ആലപ്പുഴയല്ല കണ്ണൂർ എന്നുള്ളതാണ് മറ്റൊരു പരാമർശം. കണ്ണൂരിലെ പല മണ്ഡലങ്ങളിലും പാർട്ടിക്ക് സുഗമമായി ആരെ നിർത്തിയാലും ജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആലപ്പുഴ ജില്ലയിലെ അവസ്ഥ അങ്ങനെയല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ജി സുധാകരൻ. മറ്റൊരു പരാമർശം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ, മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിൽ ചെറ്റത്തരം എന്നൊരു പരാമർശം ജി സുധാകരനെതിരെ മുഖ്യമന്ത്രി നടത്തിയിരുന്നു. അതിൽ കൂടി രൂക്ഷമായ മറുപടി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ജി സുധാകരൻ നൽകിയിരിക്കുകയാണ്. ചെറ്റ എന്ന് വിളിച്ചതിൽ അഭിമാനമാണ് എന്ന് ജി സുധാകരൻ പറയുന്നു. പാവപ്പെട്ടവന്റെ ചെറ്റപ്പുരകളുടെ പ്രതീകമാണ് ചെറ്റ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രി തനിക്കെതിരെ മോശം ഭാഷയിൽ ചെറ്റത്തരം എന്ന വാക്ക് ഉപയോഗിച്ചതിലൂടെ പാവങ്ങളെ അധിക്ഷേപിക്കുകയാണ്, അവരുടെ ചെറ്റക്കുടലിനെ അധിക്ഷേപിക്കുകയാണ് എന്നൊരു പരാമർശം കൂടി ജി സുധാകരൻ മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്നു. ഒപ്പം മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയാത്ത ആളാണ് മുഖ്യമന്ത്രി എന്നുകൂടി ഒരു കുറ്റപ്പെടുത്തൽ, ഒരു പരിഹാസം അദ്ദേഹം നടത്തുന്നു. ചെറ്റ എന്നത് മോശം വാക്കാണ് എന്ന ഒരു നിഘണ്ടുവും പറയുന്നില്ല. പല നിഘണ്ടുകളും താൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിക്ക് അങ്ങനെയുള്ള ഒരു നിഘണ്ടുവും അദ്ദേഹം വായിച്ചിട്ടില്ല എന്നുള്ളതൊക്കെയാണ് മുഖ്യമന്ത്രിക്കെതിരായുള്ള മറുപടിയിൽ അദ്ദേഹം വിമർശനമായി ഉന്നയിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത് ഇന്റേണൽ മീറ്റിംഗ് ആണ്. അത് മാധ്യമങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ പ്രവേശനമില്ലാത്ത അടച്ചിട്ട മുറിയിലെ ഒരു മീറ്റിംഗ് ആയിരുന്നു. അതിലേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചിരുന്നില്ല. അതിനുശേഷം ഈ യോഗത്തിന് ശേഷം പുറത്തിറങ്ങി വന്ന ജി സുധാകരനോട് നമ്മൾ ഈ ചെറ്റത്തരം പരാമർശത്തിൽ എന്താണ് മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ചോദ്യത്തിന്റെ കുഴപ്പമായിരുന്നു. മുഖ്യമന്ത്രിയിൽ നിന്ന് ആ ചോദ്യം വേണം എന്നുള്ള മറുപടി അങ്ങനെ വേണം എന്ന ഉദ്ദേശത്തിൽ ചോദ്യം വളച്ചൊടിച്ച് ചോദിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ ആ പരാമർശത്തിൽ മീറ്റിംഗിനുള്ളിൽ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചതിന് ശേഷമാണ് അദ്ദേഹം പുറത്തിറങ്ങിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് വളരെ മയപ്പെടുത്തി പറഞ്ഞത്. അതായത് നേരത്തെ തന്നെ അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു തന്ത്രം, CPM അണികളെ മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ മോശം പരാമർശം നടത്തി മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞ CPM അനുഭാവികളെ തനിക്കൊപ്പം നിൽക്കുന്നു എന്ന് വിശ്വാസമുള്ള CPM അനുഭാവികളെ പോലും അകറ്റി നിർത്തരുത് എന്നുള്ള ഒരു തന്ത്രം അദ്ദേഹം പ്രയോഗിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ളത് UDF അണികളെയും ബോധ്യപ്പെടുത്തണം. അതാണ് ഇന്ന് കണ്ടിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം. ആ പ്രസംഗത്തിന്റെ ആദ്യം തന്നെ അദ്ദേഹം ഒരു പരിഭവം എന്നുള്ള നിലയിൽ പറയുന്നുണ്ട്, ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണല്ലോ നിങ്ങളുടെ പരാതി എന്ന UDF പ്രവർത്തകരോട് അദ്ദേഹം ആ പ്രസംഗത്തിൽ തന്നെ ചോദിക്കുന്നുമുണ്ട്. എന്തായാലും അതിരൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം മറുപടി നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത്. പക്ഷേ തെരഞ്ഞെടുപ്പാണ്, ഈ UDF പിന്തുണയോടുകൂടിയാണ് ജി സുധാകരൻ അവിടെ മത്സരിക്കുന്നത്. തന്നെ പറയുന്ന വാക്കുകൾ, തനിക്കെതിരെയുള്ള പരാമർശങ്ങൾ, ഇപ്പൊ ചെറ്റ പരാമർശമായാലും ഈ പാർലമെന്ററി വ്യാമോഹ പരാമർശമാണെങ്കിലും ഈ പരാമർശത്തിൽ പിടിച്ചല്ലാതെ മറ്റെന്തെങ്കിലും ഉയർത്തി ജി സുധാകരൻ അവിടെ വോട്ട് പിടിക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രി ധർമ്മടം വിട്ട് മത്സരിക്കുമെന്ന് ചോദിക്കുന്ന ആൾ 3 തവണ അമ്പലപ്പുഴയിൽ മത്സരിച്ച് സേഫ് സീറ്റിൽ മത്സരിച്ച് മന്ത്രിയായ ആളാണ്.
ഈ ഒരു തവണ ഇസ്ലാം ജയിക്കുന്നു, വീണ്ടും അതേ മണ്ഡലത്തിൽ സീറ്റ് കിട്ടാത്തതിനെ തുടർന്നെന്ന ആരോപണം നേരിട്ട് അവിടെ മത്സരിക്കുന്ന ആൾ കൂടിയാണ് ജി സുധാകരൻ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന തന്റെ പഴയ സഹപ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ തന്റെ പഴയ ശിഷ്യന്മാർക്കെതിരെ ആഞ്ഞടിക്കുന്നതിൽ അപ്പുറത്തേക്ക് സർക്കാരിന്റെ വികസനമോ അല്ലെങ്കിൽ ജനപ്രശ്നങ്ങളോ ഒക്കെ മുൻനിർത്തി ഏതെങ്കിലും തരത്തിൽ വോട്ടുകൾ ചോദിക്കുന്നുണ്ടോ ജി സുധാകരൻ അവിടെ? നിലവിൽ ജി സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രം എന്ന് പറയുന്നത് അദ്ദേഹം അമ്പലപ്പുഴയിൽ മന്ത്രിയായിരുന്ന കാലത്ത്, അദ്ദേഹം ജനപ്രതിനിധിയായിരുന്ന കാലത്ത് അവിടെ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഉയർത്തി കാണിച്ചാണ് ജി സുധാകരൻ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് എടുത്തു കാണിക്കാനുമുണ്ട്. മന്ത്രിയായിരുന്ന കാലത്ത്, അമ്പലപ്പുഴയെ പ്രതിനിധീകരിച്ചിരുന്ന കാലത്ത് ആ മണ്ഡലത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്നുള്ളത് വസ്തുതയാണ്. ഇന്ന് അമ്പലപ്പുഴയിലെ റോഡുകളും പാലങ്ങളും എല്ലാം, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലൊക്കെ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അതൊക്കെ ഉയർത്തി കാണിച്ച് കൃത്യമായ രീതിയിൽ വോട്ട് നേടാനുള്ള അല്ലെങ്കിൽ വോട്ട് ചോദിക്കാനുള്ള ആത്മധൈര്യം ജി സുധാകരനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനപ്പുറത്തേക്ക് ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ഒരു തരത്തിലുള്ള രാഷ്ട്രീയം അദ്ദേഹം പറയുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ യോഗങ്ങളിൽ അടക്കമാണ് അദ്ദേഹം ഇത്തരത്തിൽ രാഷ്ട്രീയ പരാമർശങ്ങളൊപ്പം പാർട്ടിക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ CPM ആകട്ടെ, LDF ക്യാമ്പ് ആകട്ടെ, പറ്റുന്നിടത്തെല്ലാം ജി സുധാകരനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് A. വിജയരാഘവൻ നടത്തിയ പ്രസംഗത്തിലടക്കം ജി സുധാകരൻ ദുരാഗ്രഹിയാണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പാർട്ടിയിൽ നിന്ന് പരമാവധി പരിഗണന അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷേ ഇനിയും മത്സരിക്കണം എന്ന മോഹം അത് സഫലീകരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ പാർട്ടിക്ക് അതെങ്ങനെ സഫലീകരിക്കാൻ കഴിയും എന്നൊരു ചോദ്യം A. വിജയരാഘവൻ ചോദിക്കുന്നു. അതിന്റെ പേരിൽ പാർട്ടി വിട്ടുപോയി. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അദ്ദേഹം തലതിരിച്ചാണ് വായിച്ചത് എന്നടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നു. പാർട്ടി വേദികളിൽ A. വിജയരാഘവൻ അടക്കമുള്ള പാർട്ടി നേതാക്കൾ നടത്തുന്നു. പക്ഷേ കരുതലോടെയാണ് ജി സുധാകരൻ പലപ്പോഴും മുന്നോട്ട് പോകാറുള്ളത്. പക്ഷേ ചിലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും വോട്ട് തേടി എത്തുന്നിടത്ത് അദ്ദേഹം കൃത്യമായ വികസനം, തന്റെ നേട്ടങ്ങൾ ഒക്കെയാണ് പറയുന്നത്. അഴിമതി രഹിത പശ്ചാത്തലം, അങ്ങനെ ഒരു ഭൂതകാലം മാത്രമാണ് ജി സുധാകരനുള്ളത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ, പാർട്ടി വേഴ്സസ് ജി സുധാകരൻ എന്നുള്ള നിലയിലേക്ക് അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം മാറുകയാണ്. സുഹൃത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.